എന്തായാലും ഒരുപാട് ലേറ്റായി. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ ക്രിസ്മസ് ഇങ്ങ് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ എന്തായാലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഞാനും മക്കളും കൂടി പുൽക്കൂട് ഒരുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ യൂസ് ചെയ്ത സാധനങ്ങളായിരുന്നു കേട്ടോ. കുറേ കളർ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ തൊട്ടാണ് തുടക്കം ഇട്ടത്. അപ്പോൾ നമ്മുടെ ആ പഴകിപ്പോയ ആ ഒരു ക്രിസ്മസ് ട്രീനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ആ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ട്രീ ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നേരെ പുൽക്കൂടിന്റെ അടുത്തേക്ക് പോയി കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇതാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തവണയും അത് തന്നെ എടുക്കാൻ കാരണം അതൊന്നും ചീത്തയായി പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇത്തവണയും നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രീ ഒന്ന് അലങ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മണിയും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ അവർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അവരും കൂടെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അച്ഛൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി പേടിയുള്ള കാര്യം, നമ്മൾ നക്ഷത്രം പോലെ അതിന് ചുറ്റാകെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്മസ് ട്രീക്കകത്തും അതുപോലെ തന്നെ പുൽക്കൂടിൻ്റെ ഉള്ളിലും ഒക്കെ ലൈറ്റ് ഇട്ടത്. പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിനയും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ തിന അങ്ങ് മുളച്ചു വരുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് പകൽ സമയങ്ങളിൽ നമ്മളുടെ പുൽക്കൂടിന്റെ കാഴ്ചയെന്ന് പറയുന്നത് കേട്ടോ. ഈ തിനയെല്ലാം കൂടി മുളച്ചു വരുമ്പോഴാണ് സത്യത്തിലുള്ള നമ്മുടെ പുൽക്കൂടിന്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പുൽക്കൂട്? കമന്റ് ഇട്ടേക്കണം.